കാശി സ്വയം അകലില്ല എന്ന് തോന്നിയതും ദുർഗ അവനെ മെല്ലെ തള്ളി മാറ്റി. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. ദുർഗയുടെ കണ്ണുകൾ നാണത്താൽ താഴ്ന്നുപോയി. അതെ, ഇവിടെ ഇരിക്ക്, ഞാൻ മെല്ലെ താഴേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സും വല്ലതും എടുത്തിട്ട് വരാം. റൂമിന് പുറത്തിറങ്ങല്ലേ, അവൾ നാണം പുറത്ത് കാണിക്കാതെ മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞ് കട്ടിലിൽ നിന്നും നിരങ്ങിയിറങ്ങി. കാശിയുടെ കണ്ണുകൾ അപ്പോഴും അവളിൽ തന്നെയാണ്. ദുർഗ അലങ്കോലമായ മുടിയെ ഒതുക്കി മുകളിലേക്ക് അമ്മക്കെട്ട് കെട്ടിവെച്ചു. അഴിഞ്ഞു വീഴാറായ ധാവണി ശീലയെ നേരെയാക്കി ഇടുപ്പിൽ കുത്തി റൂമിന് പുറത്തേക്ക് മെല്ലെ ഇറങ്ങി ഡോർ അടച്ചു. പതുങ്ങി പതുങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി ഹാളിലെ നേരിയ വെളിച്ചത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ശബ്ദമുണ്ടാക്കാതെ 2-3 ഓറഞ്ചും 2 ആപ്പിളും ഒരു പാത്രത്തിലേക്കാക്കി. സൈഡിലിരിക്കുന്ന ജ്യൂസും കയ്യിലെടുത്ത് എങ്ങനെയോ തിരിച്ച് റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. കാശി ആർത്തിയോടെ ഒരു ഓറഞ്ച് തൊലി കളഞ്ഞ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. ദുർഗ ഓറഞ്ച് തൊലി കളഞ്ഞ് അവന് കൊടുത്തുകൊണ്ടിരുന്നു. അവൾ കയ്യിൽ കരുതിയതെല്ലാം കാശി കഴിച്ചു. എന്തേ കാശി, ഉച്ചക്കും ഒന്നും കഴിച്ചില്ലായിരുന്നോ? അവൻ്റെ കഴിപ്പിൻ്റെ ധൃതി കണ്ട് ദുർഗ ചോദിച്ചുപോയി. ഇല്ല, നിന്നെ കാണാനുള്ള ധൃതി കാരണം ഉച്ചക്ക് വിശപ്പ് തോന്നിയില്ലായിരുന്നു. പിന്നെ ഒന്ന് ദൂരെ നിന്ന് കണ്ടു പോകണമെന്ന് കരുതി വന്നതല്ലേ ഞാനും. ബാക്കിയായ ജ്യൂസും കുടിച്ച് അവൻ ബെഡിലേക്ക് കിടന്നു. അവൾക്ക് ഭയം കാരണം അവനോട് പോകാൻ പറയണമെന്നുണ്ട്. എന്നാൽ കാശിക്ക് ആ ചിന്തയേയില്ല. വാ, വന്ന് കിടക്ക്, സമയം 2 ആയിട്ടേ ഉള്ളൂ, ഇനി 4 മണിക്കൂറുണ്ട്. ഓ, നല്ല കാര്യം. എന്താ മോൻ്റെ ഉദ്ദേശം? നേരം പരപരാ വെളുക്കുമ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഇത് ഇയാളുടെ സംബന്ധ വീടൊന്നുമല്ല. ദുർഗ അവനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് സംബന്ധ വീട് ആകുമല്ലോ കുറച്ചു കഴിഞ്ഞാൽ, കാശിയും കള്ളച്ചിരിയോടെ പറഞ്ഞു. നോക്ക് കാശി, നേരം 4 മണിക്ക് ഇവിടെ നിന്ന് പോകണം. അത് കഴിഞ്ഞാൽ ഓരോരുത്തരും ഉണരാൻ തുടങ്ങും. അവൾ ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് അങ്ങനെ നിന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു പൊന്നോ, നീ വാ, ഏട്ടൻ ഉറക്കം വരുന്നു. അവൻ അവളെ വലിച്ച് ബെഡിലേക്ക് കിടത്തി. അവളെ ചേർന്ന് കിടന്നു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലൊന്ന് ചുറ്റിയിരുന്നു. അവളുടെ കൈ അവൻ്റെ തലയിലും. മുൻജന്മബന്ധം പോലെ അവർ പെട്ടെന്ന് തന്നെ ഒരിക്കലും അകലാൻ പറ്റാത്ത അത്രയും അടുത്തുപോയിരുന്നു. 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് കരുതി കിടന്ന ദുർഗ എഴുന്നേറ്റത് വാതിലിൽ അമ്മയുടെ മുട്ട് കേട്ടിട്ടാണ്. അവൾ ഞെട്ടി എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കി. സമയം 7:30 കഴിഞ്ഞു. അവളൊന്ന് മൂരി നിവർത്തി ചമ്രം പതിഞ്ഞ് അങ്ങനെയിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് ബൾബ് കത്തിയത്. അവൾ ഞെട്ടി അടുത്തു കിടക്കുന്നവനെ നോക്കി. എന്നാൽ അവിടം ശൂന്യമായിരുന്നു. അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിനടിയിലേക്ക് നോക്കി. അവിടെയും ആരെയും കണ്ടില്ല. ഡോറിലേക്ക് നോട്ടം പോയതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. ഡോറിൻ്റെ ബോൾട്ട് താഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു. എപ്പോൾ പോയോ ആവോ, അവൾ പറഞ്ഞുകൊണ്ട് അവൻ കിടന്ന തലയണയിലേക്ക് ഒന്ന് നോക്കി. പിന്നെ മാറാനുള്ള ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി. വെള്ളിയാർനിലം വീട്ടിൽ എല്ലാവരും പ്രാതൽ കഴിക്കാൻ ഇരുന്നിരുന്നു. സുനന്ദയും കാർത്തവും പതിവിലും ഉത്സാഹവതികളായിരുന്നു. അതവർ പ്രകടിപ്പിക്കാതിരിക്കാനും ശ്രമിച്ചിരുന്നു. ഈ സമയമാണ് തറവാട് മുറ്റത്തൊരു കറുത്ത ലാൻഡ് ക്രൂസർ വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കണ്ട സെക്യൂരിറ്റിയും മറ്റു പുറം ജോലിക്കാരും ഒന്ന് ഞെട്ടിപ്പോയി. വെള്ള ലിനൻ ഷർട്ട് ആദ്യത്തെ 2 ബട്ടൺ അഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് സ്യൂട്ട് കോട്ടും ബ്ലാക്ക് ഫോർമൽ പാൻസ്, കാലിൽ ബ്ലാക്ക് ലെതർ ലോഫേഴ്സ്, കയ്യിൽ റോളക്സ് ഡൈജസ്റ്റ്, സ്വർണവും സ്റ്റീലും കലർന്നത്, കഴുത്തിൽ നേർത്ത പ്ലാറ്റിനം ചെയിന്, കണ്ണിൽ കറുത്ത കോളർ. പഴയ ബിസിനസ് ടൈക്കൂൺ കാശിനാഥ് ഒന്നുകൂടി ചുള്ളനായിട്ടുണ്ട്. അവൻ ആരെയും ശ്രദ്ധിക്കാതെ വെള്ളിയാർനിലം വീട്ടിലേക്ക് കയറി. തറയിൽ മുഴങ്ങുന്ന കനത്ത കാലടി ശബ്ദം. ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നവരുടെ ശ്രദ്ധ ഒരു നിമിഷം അങ്ങോട്ടേക്കായി. മുന്നിൽ വന്നു നിൽക്കുന്നവനെ കണ്ട മഹാദേവൻ വായിലേക്ക് വെക്കാൻ നിന്ന ഇഡ്ഡലി കഷ്ണം അറിയാതെ പ്ലേറ്റിലേക്ക് തന്നെ വീണുപോയി. രൂപേഷിൻ്റെയും ഗണേഷിൻ്റെയും അവസ്ഥ മറിച്ചല്ല. പെണ്ണുങ്ങളെല്ലാം അമ്പരപ്പോടെ അവനെ നോക്കി അറിയാതെ ചെയറിൽ നിന്നും എഴുന്നേറ്റുപോയി. മകനെ ഇന്ന് കാണാലോ എന്ന സന്തോഷത്തിൽ നിമിഷങ്ങൾ എണ്ണിത്തീക്കിയ ആ അമ്മയ്ക്ക് തൻ്റെ പഴയ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവർക്ക് വാക്കുകളൊന്നും വരുന്നില്ല. ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചോട് ചേർന്നു നിന്നു. കാശി അമ്മയെ ചേർത്തു പിടിച്ചു. ഏട്ടാ, കാർത്തു വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ഓടി വന്ന് അവൻ്റെ മറു സൈഡിലും നിന്നു. തൻ്റെ കൂടപ്പിറപ്പിനെയും അമ്മയെയും അവൻ 2 കൈകളിലേക്ക് ആർക്കും റാഞ്ചാൻ കൊടുക്കില്ല എന്ന പോലെ ചേർത്തു പിടിച്ചു.
അവൻ്റെ നോട്ടം തങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന മഹാദേവൻ്റെ മുഖത്തേക്കായിരുന്നു. അയാൾക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെയാണ് തോന്നിയത്. ഒരു ബലത്തിനായി അയാൾ രൂപേഷിൻ്റെ കയ്യിലേക്ക് പിടിച്ചു. മോനെ, എൻ്റെ കുട്ടി എവിടെ ആയിരുന്നു ഇത്രയും നാൾ? ദേവികയും അവൻ്റെ അടുത്തേക്കെത്തി, കൂടെ പ്രവീണയും ശരണ്യയും. ഇവർക്കെല്ലാവർക്കും അവൻ്റെ വരവിൽ അത്യാഹ്ലാദമായിരുന്നെങ്കിൽ മഹാദേവനും മക്കൾക്കും തലക്ക് അടി കിട്ടിയ പോലെ ആയി. ചെറിയച്ഛ, എന്തേ, ഞാൻ തിരിച്ചു വന്നതിൽ സന്തോഷമില്ലേ? ആ അതെ മോനെ, ഞാൻ ഒന്ന് ഷോക്കായിപ്പോയി പെട്ടെന്ന് എൻ്റെ കുട്ടിയെ കണ്ടപ്പോൾ. അല്ലേ മക്കളെ? അയാൾ ഭയത്തോടെയുള്ള നടുക്കം പുറത്ത് കാട്ടാതെ അവൻ്റെ മുന്നിലായി നിന്നു. എന്തേ ദേവ, എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് നീ ഇങ്ങനെ നിൽക്കുന്നേ? സുനന്ദ കണ്ണുകൾ തുടച്ച് അടഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചതും. ഏട്ടത്തി, വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വിശ്വസിക്കണം ചെറിയച്ഛ, ഞാൻ തിരിച്ചു വന്നു. ഇത്രയും മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട് ചെറിയച്ഛൻ എന്താ തോന്നുന്നേ? അവൻ ഗൗരവം പുറത്ത് കാണിക്കാതെ ശാന്തമായി ചോദിച്ചു. കാശി, സമാധാനം തോന്നുന്നു. അയാളുടെ പരിഭ്രമത്തോടെയുള്ള ഇടറിയ ശബ്ദം പുറത്തേക്ക് വന്നു. അതിന് ചെറിയച്ഛൻ എന്തിനാ പരിഭ്രമിക്കുന്നത്? ഞാൻ പഴയ കാശി തന്നെയാണ്. ഇല്ല മോനെ, ഞാനെന്തിനാ പരിഭ്രമിക്കുന്നത്? ഞങ്ങൾക്ക് സന്തോഷമായി അല്ലേ മക്കളെ? അയാൾ തൻ്റെ ഭയം നിയന്ത്രിക്കാൻ മക്കളെ കൂട്ടുപിടിച്ചു. അയാൾക്ക് ഉള്ളിലെ ഭയം അത് എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും മുഖത്ത് പ്രകടമാകുന്നുണ്ട്. സത്യങ്ങൾ അറിയുന്ന സുനന്ദയ്ക്കും കാശിക്കും അത് നന്നായി മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. കാശി ഒരു പുച്ഛച്ചിരിയോടെ ഇരു കൈകളും വിടർത്തി മഹാദേവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇരുവരും കെട്ടിപ്പിടിച്ചു നിന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ മിസ് ചെയ്തിരുന്നു അല്ലേ? കാശി പുച്ഛം നിറച്ച ചിരിയോടെ രൂപേഷിനെയും ഗണേഷിനെയും നോക്കി. ആ കാശി, നിന്നെ കാണാഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. നിന്റെ അസുഖം മാറിയിട്ട് നീ എന്തേ ഇത്രയും നാൾ തിരിച്ചു വരാഞ്ഞത്? ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിട്ട് നീ ആരുടെ അടുത്തായിരുന്നു? ഹേയ് രൂപേഷ്, ധൃതി പിടിക്കാതെ, ഞാൻ എല്ലാം പറയാം. ഞാൻ വന്നതല്ലേ ഉള്ളൂ. വരൂ, ഭക്ഷണം കഴിക്കാം. എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. നമുക്കൊന്നിച്ചിരുന്ന് കഴിക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കാശി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. നിർമ്മലെ, നമ്മുടെ കാശി വന്നു. ഇന്ന് രാവിലെ എത്തി. സുനന്ദയുടെ ഫോണാണ്. മറുതലക്കൽ നിന്നുള്ള വാർത്ത കേട്ടതും നിർമ്മല ഫോണുമായി ഓടിച്ചെന്നത് ദുർഗയുടെ റൂമിലേക്കാണ്. ദുർഗ കുളിയും കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അവളുടെ മുഖം പതിവിലും തെളിച്ചം വന്നിട്ടുണ്ട്. ചുണ്ടിലൊരു പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലെ ഓരോ രംഗവും അവൾ വീണ്ടും വീണ്ടും ഓർത്തിരിക്കുകയാണ്. മനസ്സ് മുഴുവനും കാശി മാത്രമാണ്. സിറ്റൗട്ടിൽ പത്രം വായിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ അടുത്ത് കൗസല്യ വന്നിരുന്നു. എന്തേ ചേച്ചി, എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ ചിന്തിച്ച് വന്നിരിക്കുന്ന കൗസല്യയെ നോക്കി കൃഷ്ണൻ്റെ ചോദ്യം. ഓ, എന്താ ചേച്ചിയെക്കുറിച്ചുള്ള ആവലാതി? ആ കാശിയെ എന്തൊക്കെയോ നിന്റെ മോൾ ചെയ്തെന്നും പറഞ്ഞ് അവളെ തലയിൽ കയറ്റി നടന്നിരുന്നല്ലോ നീയൊക്കെ. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? ആ ചെക്കൻ്റെ ശവമെങ്കിലും കിട്ടിയോ കൃഷ്ണ? എവിടെന്നെങ്കിലും അവൻ്റെ മരണവാർത്ത കേൾക്കാൻ സാധിച്ചോ? എൻ്റെ ചേച്ചി, പോലീസ് കേസാവില്ലേ ശവവും മറ്റും കിട്ടിയാൽ? ഓ, നീ ഇങ്ങനെ പറഞ്ഞിരുന്നോ? നിന്റെ മോളെ എനിക്ക് വിശ്വാസമില്ല. പോയി ചോദിക്ക അവളോട്, വ്യക്തമായി ചോദിച്ചറിയേ അവൾ ആ കാശിയെ എന്തു ചെയ്തു എന്ന്. കൗസല്യ കലിതുള്ളി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. നിർമ്മല ദുർഗയെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. അറിഞ്ഞോ ചെറിയമ്മയുടെ കുഞ്ഞ്, നിന്റെ കാശി വെള്ളിയാർ നിലത്ത് എത്തിയെന്ന്. പഴയ കാശിനാഥ് ആയിട്ട് അവൻ നിനക്ക് വിളിച്ചിരുന്നോ മോളെ? ഏട്ടത്തി വളരെ സന്തോഷത്തിലാണ്. എൻ്റെ കുട്ടിയാണ് എല്ലാത്തിനും കാരണം. എൻ്റെ മോള് അവരുടെ ചതി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കാശി, അയ്യോ, ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഈ സമയത്താണ് കൃഷ്ണൻ കൗസല്യയുടെ വാക്കും കേട്ട് ദുർഗയുടെ റൂമിലേക്ക് വരുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എന്ത് ഉപകാരം നിർമ്മലെ? എന്തിനാണ് നന്ദി പറയുന്നത്? കൃഷ്ണൻ കേട്ടത് ചോദിച്ചുകൊണ്ടാണ് ദുർഗയുടെ റൂമിലേക്ക് കയറി വന്നത്. അവർ ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് കൃഷ്ണേട്ട, ഞാനത് നിർമ്മലയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഒന്ന് പരുങ്ങി. ദുർഗയും അതേ അവസ്ഥയിൽ തന്നെയാണ്. കൃഷ്ണൻ ഇരുവരെയും സൂക്ഷിച്ചു നോക്കി. അച്ഛൻ്റെ നോട്ടം താങ്ങാനാവാതെ ദുർഗയുടെ തല താഴ്ന്നുപോയി. കൃഷ്ണേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും കാർത്തിയേട്ടനെയും ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി സഹായിച്ചില്ലേ? ഏട്ടൻ അന്ന് ഞങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ വീട്ടിലെ വേലക്കാരിയായി പോയിരുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും അതിൻ്റെ നന്ദിയുണ്ട് ഏട്ടാ. അതിനെ പറ്റി പറയുകയായിരുന്നു ഞാനും ദുർഗമോളും. നിർമ്മല വാക്കുകൾ കൊണ്ട് ഉരുട്ടിയും മറിച്ചും പറഞ്ഞൊപ്പിച്ചു. നിർമ്മലെ, രാത്രികൾ കഴിഞ്ഞുപോയി. നീ പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞുപോയി. എന്നാൽ ഇന്നും വടക്കേടത്തുകാർക്ക് വെള്ളിയാർ നിലത്തോടുള്ളവരുടെ വിശ്വാസമില്ല. കൃഷ്ണൻ്റെ വാക്കുകൾ നിർമ്മലയ്ക്ക് തലക്കടിയേറ്റ പോലെയാണ് തോന്നിയത്.
അവൾ ദുർഗയെ ഒന്ന് നോക്കി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. മോളെ, ശത്രുക്കളോട് ഇത്ര അടുപ്പം വേണ്ട. അച്ഛാ, അവരെൻ്റെ ചെറിയമ്മയല്ലേ, ശത്രു എങ്ങനെ ആവുക? ദുർഗ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് ചോദിച്ചുപോയി. മോളെ, ഒരിക്കൽ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വെടിയുണ്ടക്ക് മുന്നിൽ നിന്നവളാണ് നമ്മുടെ ശത്രുവിൻ്റെ മകൾ. ഇതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ അറിയാം നിൻ്റെ ചെറിയമ്മക്ക് ആരോടാണ് കൂറ് എന്ന്. എന്നാലും അച്ഛാ, ചെറിയമ്മ പാവമാണ്, നമ്മോടൊക്കെ വലിയ സ്നേഹമാണ്. ദുർഗയ്ക്ക് നിർമ്മലെ ശത്രുപക്ഷത്ത് പറഞ്ഞത് സഹിക്കുന്നില്ലായിരുന്നു. കൃഷ്ണൻ ദുർഗയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മോളെ, നീ അച്ഛനോട് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ? നിന്നെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നു മോളോ. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ചതിച്ചാൽ അത് ഞാൻ നിൻ്റെ അച്ഛനാണെന്നും നീ എൻ്റെ മകളാണെന്നുമുള്ള ബന്ധം അവിടെ വെച്ച് തീരും. കൃഷ്ണൻ ദുർഗയുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ മുറിക്ക് പുറത്തേക്ക് പോയി. ദുർഗ ഒരു ശില പോലെ അച്ഛൻ പോകുന്നതും നോക്കി നിന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.